ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോഴെല്ലാം പ്രതിസ്ഥാനത്ത് മയണൈസും ഉണ്ടാകും. പഴകിയതും കൃത്യമായി സൂക്ഷിക്കാത്തതുമായ മയണൈസ് വിഷബാധയ്ക്ക് വഴിവെക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും സ്വന്തമായി മയണൈസ് ഉണ്ടാക്കും. സൂക്ഷ്മതക്കുറവ് പക്ഷേ വലിയ അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യും. ഫ്രഞ്ച് പാരമ്പര്യം പറയുന്ന മയണൈസ് 2 നൂറ്റാണ്ട് മുൻപ് 1806 മയണൈസ് തീന്മേശയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടു. 700കളിൽ സ്പെയിനിലെ മൊണാർക്കയിലാണ് ഉത്ഭവമെന്നും കഥയുണ്ട്. പച്ചമുട്ട, എണ്ണ, വിനാഗിരി എന്നിവയൊക്കെ ചേർത്താണ് മയണൈസ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. പൂർണ്ണമായി വേവിക്കാത്ത മുട്ട ഉപയോഗിക്കുന്നതിനാൽ മയണൈസിൽ സാൽമണല്ല ബാക്ടീരിയ വളരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ബാക്ടീരിയ ശരീരത്തിലെത്തിയാൽ പനി, വയറിളക്കം എന്നിവയുണ്ടാകാം. അത് പെട്ടെന്ന് ഗുരുതരമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ മുൻപും ഭക്ഷ്യവിഷബാധയ്ക്ക് മയണൈസ് കാരണമായി. പിന്നാലെ സംസ്ഥാനത്തെ ഹോട്ടലിലും റെസ്റ്റോറന്റിലും ഉൾപ്പെടെ എല്ലായിടത്തും പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയണൈസ് നിരോധിച്ചു. പാസ്ചറൈസ്ഡ് ചെയ്ത മുട്ട ഉപയോഗിച്ചുള്ള മയണൈസ് ഉപയോഗിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കി. പക്ഷേ അത് പാലിക്കപ്പെടുന്നുണ്ടോ? മയണൈസ് ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും കരുതൽ വേണം. മുട്ട പൊട്ടിക്കുന്നതിന് മുൻപ് പുറന്തോട് നന്നായി കഴുകണം. മുട്ടത്തോടിൽ ധാരാളം ബാക്ടീരിയ ഉണ്ടാകും. സാൽമണല്ല, സ്റ്റെഫിലോകോക്കസ് എന്നിവയാണ് കൂടുതലും. ഇത് മയണൈസിലെത്തുന്നത് അണുക്കൾ പകരാൻ ഇടയാക്കും. കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കാം. മയണൈസ് തയ്യാറാക്കിയാൽ താഴ്ന്ന താപനിലയിൽ വേണം സൂക്ഷിക്കാൻ. 18 ഡിഗ്രി സെൽഷ്യസിന് ചുവടെ. സൂര്യപ്രകാശം തട്ടുകയേ ചെയ്യരുത്. ഇതൊന്നും പാലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുചിത്വത്തോടെ ഉണ്ടാക്കി അനുയോജ്യമായ താപനിലയിൽ സൂക്ഷിച്ചാലും ഏറെ നാൾ കേടാകാതെ നിൽക്കില്ല മയണൈസ്. പാഴ്സലിനൊപ്പം വീട്ടിലെത്തുന്ന മയണൈസ് പലരും കൃത്യമായി സൂക്ഷിക്കാറില്ല. അടുത്ത ദിവസവും ഉപയോഗിക്കും. വലിയ അപകടമാണ് ഇത്. പാളിച്ചയില്ലാതെ കൃത്യമായി ഉണ്ടാക്കി സൂക്ഷ്മമായി ഉപയോഗിച്ചാൽ മയണൈസിലെ വില്ലനെ ഒഴിവാക്കാം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.